ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിയാലുള്ള 4 പ്രധാന ഗുണങ്ങൾ. ഓരോ വർഷം പിന്നിടുമ്പോഴും കാറുകളുടെ വില പടിപടിയായി ഉയരുകയാണ്. മുൻകാലത്തെ പോലെയല്ല, മോഡലുകൾ പരിഷ്കരിച്ച പതിപ്പുകൾ വിപണിയിൽ പെട്ടെന്നെത്തുന്നു. പുതിയ പതിപ്പ് ഓരോ തവണ വരുമ്പോഴും കാറിന്റെ വില പതിയെ ഉയരുന്നു. പുതിയ കാറുകളെ തുടരെ കൊണ്ടുവരാനുള്ള നിർമ്മാതാക്കളുടെ തിടുക്കം സെക്കൻഡ് കാർ വിപണിക്കാണ് നേട്ടമുണ്ടാക്കുന്നത്. വൈവിധ്യമാർന്ന കാറുകളാണ് ഇന്ന് യൂസ്ഡ് കാർ വിപണിയിൽ. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാനുള്ള 4 പ്രധാന കാരണങ്ങൾ നമുക്ക് നോക്കാം. പണം ലാഭിക്കാം. ഷോറൂമിൽ നിന്ന് വാങ്ങുന്ന പുതിയ കാറിന്റെ മൂല്യം കുറയാൻ വലിയ കാലതാമസമില്ല. വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ആദ്യ ദിനം തന്നെ കാറിന്റെ മൂല്യം 8 മുതൽ 10% വരെ കുറയുമെന്നാണ് വിലയിരുത്തൽ. സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ കീശ കാലിയാകില്ല. പുതിയ മാരുതി സ്വിഫ്റ്റ് തന്നെ ഇവിടെ നമുക്ക് ഉദാഹരണമാക്കാം. 4.99 ലക്ഷം രൂപയാണ് ഏറ്റവും താഴ്ന്ന സ്വിഫ്റ്റ് LXE വകഭേദത്തിന്റെ എക്സ് ഷോറൂം വില. നികുതിയും ഇൻഷുറൻസും മറ്റ് നിരക്കുകളെല്ലാം കൂട്ടി 5.5 ലക്ഷം രൂപ ഓൺ റോഡ് വിലയിലാണ് സ്വിഫ്റ്റ് LXE പുറത്തിറങ്ങുക. സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ ഇതേ വിലയ്ക്ക് കൂടുതൽ ഫീച്ചറുകളും സൗകര്യവുമുള്ള മെച്ചപ്പെട്ട മികവേറിയ സുരക്ഷിതമായ കാർ വാങ്ങാൻ അവസരം ലഭിക്കും. ആശങ്കകളില്ലാതെ ഡ്രൈവ് ചെയ്യാം. സെക്കൻഡ് കാർ പുത്തനായിരിക്കണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. സെക്കൻഡ് കാറിൽ ചെറിയ പോറലുകളും സ്ക്രാച്ചുകളും പതിവാണ്. ഇതേ കാരണം കൊണ്ട് തന്നെ ഡ്രൈവിംഗ് തലവേദന വളരെ നമുക്ക് കുറവായിരിക്കും. കാർ പുത്തനാണെങ്കിൽ മാത്രമേ സ്ക്രാച്ചുകളെയും ചതവുകളെയും കുറിച്ച് ആശങ്ക പിടിമുറക്കൂ. തിരക്കേറിയ റോഡിൽ പുതിയ കാറുമായി ഇറങ്ങാനുള്ള മടി സെക്കൻഡ് ഹാൻഡ് കാറുകൾക്ക് ഉണ്ടാകില്ല. മാത്രമല്ല, വാങ്ങിയ ആദ്യ ദിവസം തന്നെ സെക്കൻഡ് ഹാൻഡ് കാറിൽ പൂർണ്ണ സ്വാതന്ത്ര്യമെടുക്കാം. പുതിയ കാറാണെങ്കിൽ ആദ്യ സർവീസ് പിന്നിടുന്നതുവരെ എഞ്ചിൻ വേഗത ചുവപ്പോര കടക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ടാവും. സെക്കൻഡ് ഹാൻഡ് കാറിൽ ഈ പ്രശ്നമില്ല. സെക്കൻഡ് ഹാൻഡ് കാറുകൾക്കും വാറണ്ടി. ഇന്ന് സെക്കൻഡ് ഹാൻഡ് കാറുകൾക്കും നിർമ്മാതാക്കൾ വാറണ്ടി ലഭ്യമാക്കുന്നുണ്ട്. അതായത് പുതിയ കാറുകൾക്ക് സമാനമായ വാറണ്ടി പഴയ കാറുകൾക്കും നിർമ്മാതാക്കൾ ഉറപ്പുവരുത്തും. ഇന്ന് മിക്ക കാർ കമ്പനികൾക്കും സ്വന്തമായി സെക്കൻഡ് ഹാൻഡ് കാർ ഡീലർഷിപ്പുകളുമുണ്ട്. മൂല്യശോഷണക്കുറവ്. കാറുകളുടെ എല്ലാം മൂല്യം കാലക്രമേണ കുറയും. എന്നാൽ പുതിയ കാറുകളെ അപേക്ഷിച്ച് സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വില കുറഞ്ഞ തോതിലാണ് ഇടിയുക. ആദ്യ 3 വർഷം കൊണ്ട് പുതിയ കാറുകൾക്ക് പരമാവധി മൂല്യശോഷണം സംഭവിക്കും. നിങ്ങൾക്കും അഭിപ്രായം രേഖപ്പെടുത്താം കമന്റിലൂടെ.